അങ്ങനെ YRF-ൽ നിന്ന് വന്ന വീണ്ടും ഒരു സ്പൈ യൂണിവേഴ്സിൽ വാർ 2 എന്ന സിനിമ ഞാനിന്ന് കണ്ടിറങ്ങി. രാവിലെ കൂലി കണ്ട ഒരു ക്ഷീണത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ ഞാൻ കാണാൻ കയറിയത്. തുടക്കം മുതൽ തന്നെ സിനിമയുടെ ആ ഒരു ടെംപ്ലേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അതായത് ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളായിട്ട് മാത്രം കാണുക, അല്ലാതെ സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തുടക്കത്തിലേക്ക് ഒരു ചോദ്യം വരും, ഇതെങ്ങനെ ഇതൊക്കെ ലോജിക്ക് വൈസ് ഇത് ശരിയാകും എന്നുള്ളത്. പിന്നീട് നമ്മൾ ഈ ഒരു എന്താ പറയുക, വേണ്ട, ഇതൊരു പാരലൽ യൂണിവേഴ്സിലെ സംഭവമാണ്, ഇവിടുത്തെ സുരക്ഷാ ഏജൻസികൾ ഇങ്ങനെയാണ്, ഇവിടെ രണ്ടാമത് ഒരുത്തൻ അറിയുന്ന കാര്യം മൂന്നാമൻ അറിയില്ല, ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് നാലാമൻ അറിയില്ല, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം അതൊരു ശരി, ഇങ്ങനത്തെ ഒരു ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് കണ്ടിരുന്നു വെച്ചാൽ തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ എന്നാണ് ഞാൻ പറയും. തീരെ പുഷ്പിച്ചില്ല എന്നേ പറയും. ഇനി കൂലി കണ്ട ക്ഷീണത്തിൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കുറേ കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. രണ്ടുപേരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഋത്തിക് റോഷനും അതുപോലെ തന്നെ ജൂനിയർ NTR. പിന്നെ നമുക്കറിയാമല്ലോ രണ്ടുപേരുടെയും ഒരു സ്ക്രീൻ പ്രസൻസ് നോക്കി കഴിയുമ്പോഴത്തേക്കും ഗ്രേസ് ആർക്കാണ് വരുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം. എന്നിരുന്നാലും രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് സിനിമയിൽ ഉടനീളം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു എന്താ പറയുക, ഇപ്പം ഋത്തിക് ഓൾറെഡി വാർ ഓൺ ചെയ്ത രീതിയിൽ അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ പോർഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവർ രണ്ടുപേരുടെയും ചെറുപ്പകാലം ചെയ്ത രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഈ സിനിമയിൽ ഉടനീളം വരുന്നുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഒരു സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂഷ്വൽ കുറേ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാകുമ്പോഴത്തേക്ക് അറിയാം ഇങ്ങനത്തെ കുറച്ച് ടാസ്കുകളുണ്ടാവും. ആരൊക്കെ ആരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്നത് ആരാണ്, ഇങ്ങനത്തെ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഹീറോ ടു വില്ലൻ, വില്ലൻ ടു ഹീറോ, ഇങ്ങനത്തെ ഒരു പരിപാടി ഈ സിനിമയ്ക്കകത്തുണ്ട്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഇമോഷണൽ കണക്ട് എന്നൊരു കാര്യമുണ്ട്. അതും കൂടെ ഒന്ന് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ കുറച്ചിടത്തൊക്കെ എടുത്തു പറയേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ഒരു ടെംപ്ലേറ്റും കാര്യങ്ങളും. നമ്മൾ പറന്നു പോകുന്ന ഫ്ലൈറ്റിനകത്തിൻ്റെ മുകളിൽ കയറിയിട്ട് എങ്ങനെ ഒരാൾ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ ചോദിക്കാൻ പാടില്ല. ഇതെല്ലാം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം നമ്മൾ കാണുന്നു, അങ്ങനത്തെ രീതിയിൽ കണ്ടിരിക്കുക എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലയുദ്ധം കാര്യങ്ങളും പരിപാടികളുണ്ട്. നമ്മൾ ഒത്തിരി സിനിമകൾ കണ്ടു മടുത്തതാണ്. പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇങ്ങനത്തെ കാരണം നേരെ നിന്ന് കഴിഞ്ഞുകൊണ്ട് തോക്കെടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് മല്ലയുദ്ധം ചെയ്ത് തീർക്കാന്നുള്ളതുകൊണ്ട്. പിന്നെ അവസാനത്തിലോട്ട് വരുമ്പോൾ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രഡിക്റ്റബിൾ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. പ്രത്യേകിച്ച് രണ്ടുപേരും നല്ലൊരു ഈ ഒരു സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരു നടന്മാരായതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ചൊരു പ്രഡിക്റ്റബിലിറ്റി ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൈ യൂണിവേഴ്സിൽ നമ്മുടെ വേറെ കുറേ കഥാപാത്രങ്ങളുടെ റെഫറൻസ് വരുന്നുണ്ട്. വാർ 1 കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാർ 1-ന്റെ കുറച്ച് റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട വ്യക്തിയാണെങ്കിൽ കുറെ കൂടെ നല്ല രീതിയിൽ കണക്ട് ആകും. ഇല്ല എങ്കിൽ കൂടെ നമുക്കത് സിനിമയുടെ ഒരു രസചേട്ടിനെ ബാധിക്കാതെ തന്നെ നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആകെ മൊത്തം എനിക്ക് കൂലിയേക്കാളും ബെറ്റർ ഒരു ഓപ്ഷനായിട്ടാണ് വാർ 2 എനിക്ക് തോന്നിയത്. നന്ദി.